ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നതായിരിക്കും. ആരുടെയും കണ്ണിപ്പെടാതെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാ സമ്മതിക്കൂല. ഗിരി, ഓ ആ നാരായണേട്ടാ, നീ എന്താ ഇവിടെ? ഞാന് ബസ്സിലൊരു പാർസൽ വരും, അതെടുക്കാൻ വേണ്ടി വന്നാ. കടയിലേക്കുള്ള സാധനമാവും അല്ലേ? നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നായിരിക്കും അല്ലേ? പാറു എത്തിയോ? എത്തിയാ പിന്നെ ഞാനിവിടെ നിൽക്കുവോ? ബസ് വരാനുള്ള സമയമായി. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. ഇല്ല 200 രൂപയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. 200 രൂപ വേണം. കൂടി പോയ 50 രൂപ തരും. അല്ല, ഈ ഒരു പെട്ടിക്ക് 200 രൂപയോ? കുറയ്ക്കാനൊന്നും പറ്റൂല. 200 രൂപ തന്നെ വേണം പെട്ടി എടുക്കാൻ. ശരി, 150 കൊടുക്ക്. 150 ഒന്നും പറ്റില്ല, 50. അത് 100 രൂപ കൂടുതൽ ഞാൻ തരില്ല. നെഞ്ചിൽ കൂടും പാവേ, മിണ്ടാനുള്ളിൽ മോഹം മീട്ടും കനവേ, തിങ്കൾ ചേലായി കണ്ണിൽ മിന്നും മിഴിവേ, നിന്നിൽ ചായും എന്നും ഉയരന്നഴകേ, പുഞ്ചിരി പൊൻപുലരി കൺമിഴി കനവു ചുഴി, നിൻമൊഴി കുളിരലയിൽ നീളെ ഞാൻ ഒഴുകുകയായി, നീ തെളിയും പകലായി എന്നും മനമൊന്നാകെ ഉണരുന്നു, നിന്നിൽ നിറചന്തത്തിൻ വിണ്ണൊത്തിരി കണ്ടു ഞാൻ, നീ പോകും വഴി നീളെ നിഴലായി ഞാൻ, പണ്ടുള്ളൊരു മാഞ്ചോട്ടിൽ കണ്ടൊരു നാൾ തൊട്ടെന്നും എന്നാശകൾ നിന്നാലേ ഒളി ചിന്നുന്നു. എന്റെ കണ്ണടങ്ങാണോ? എവിടെന്ന് വരുന്നോ കുട്ടിയും പറിച്ച്? എന്റെ പൂവിന്റെ പൈസ വേണോ? ഇയാള് വന്നപ്പോ തുടങ്ങിയതാ. 50 രൂപ എനിക്ക് തരാൻ പറ്റും. 150 രൂപ. ചേച്ചി ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിങ്ങളെ ഒന്നും കണ്ടില്ല. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ആ പാറു, ഗിരിയേട്ടൻ. പാറു, എന്താ ഇവിടെ പ്രശ്നം? എന്നെ പെട്ടിയെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഡ്രൈവറെ വിളിച്ച് എടുപ്പിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കുന്നില്ല. ഇതിപ്പോ ഞാൻ എടുത്ത പോരെ? പുറത്തുനിന്ന് ഒന്നാളെ എടുക്കണ്ട. കണ്ടോ? അതെ, ഇതൊരു പെട്ടിയുടെ കാര്യമല്ലേ. പെട്ടേക്ക് പാറുവാ. എന്നെ വിളിച്ച പോരായിരുന്നോ? ഈ ഒരു പെട്ടി എടുക്കാൻ നാരായണേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പാറു കയറി. ഗിരിയേട്ടൻ എങ്ങനെയാ വന്നേ? ബൈക്കില്. എന്നാ ഞാനും അതിൽ വരാം. അയ്യോ, അതില് ഞാനതിൽ വന്ന എന്താ കുഴപ്പം? അല്ല, നാട്ടുകാര് കണ്ടാലെന്താ? നാരായണേട്ടാ, ഏട്ടൻ വീട്ടിൽ പോയിക്കോ. ഞാൻ ഗിരിയേട്ടന്റെ കൂടെ ബൈക്കിൽ വരാം. കുഞ്ഞെ, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. വാ, നമുക്കിതില് പോവാം. വാ.